ഹലോ. അപ്പോൾ നമ്മൾ ഇന്നും ഒരു യാത്ര പോവുകയാണേ. എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഗുരുവായൂരിലോട്ടാണ് പോണത്. ഗുരുവായൂർ അമ്പലത്തിൽ കുറേ നാളായി ഗുരുവായൂർ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കണം. ഇന്നാൾ ഞാൻ പോയപ്പോഴും തിരക്കായിരുന്നു, എനിക്ക് തൊഴാൻ പറ്റിയില്ല. അപ്പോൾ ഗുരുവായൂർ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം ഒരു 12 മണിയായിട്ടോ. അപ്പോൾ നമ്മൾ ചോറൊക്കെ കൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങുവാണ്. അപ്പോൾ ഇന്ന് എൻ്റെ അച്ഛനും അമ്മയും ഞാനും കിച്ചൂട്ടനും മാത്രമേ ഉള്ളൂ, ചേട്ടനില്ല. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് പോണേന്നൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. പോയാലോ നമുക്ക്. ഞാൻ സ്റ്റെപ്പ് കയറി മുകളിൽ നിന്നിട്ടാണ് ഈ വർത്താനം പറയുന്നത്, അതുകൊണ്ടാണ് ഇത്രയും കഥയ്ക്കണത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ നോയ്സ് ഒക്കെ ഉണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ ഊണിന് ഇതൊക്കെയാണ് കേട്ടോ വിഭവങ്ങൾ: കടല മെഴുക്കുരട്ടി, പാവയ്ക്കയും കോവയ്ക്കയും കൂടി മെഴുക്കുരട്ടി, പിന്നെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി, അച്ചാർ. മാമ്പഴ പുളിശ്ശേരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടാനാണ് കേട്ടോ. മാമ്പഴം ഉണ്ടാകുന്ന കാലത്ത് അമ്മ വേവിച്ച് ഫ്രീസറിൽ വെച്ചതാണ്, അപ്പോൾ ഞാൻ വന്നപ്പോൾ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതെല്ലാം പോകാൻ ഇറങ്ങി. അവിടെ പണി നടക്കുന്നുണ്ട്, ഇൻറ്റീരിയറിൻ്റെ പണിക്കാർ അവിടെ നിന്ന് പണിയുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവരടച്ച് പൊക്കോളും. നമ്മളിതേ പോവുകയാണ്. അച്ഛനും അമ്മയും കൊച്ചും കൂടിയാണ് ആദ്യം പോണത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 2 വീലറിനാണോ ഗുരുവായൂർ വരെ പോണേന്ന്. അല്ല, ഇവരെ സ്റ്റോപ്പിൽ ഇറക്കി വിട്ടിട്ട് എന്നെ വിളിക്കാൻ വരും കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി. ഇനി ഞാൻ ആ സസ്പെൻസ് വിളിക്കാൻ, നമ്മൾ ബസ്സിലാണ് പോണത്. ഇനി ഏത് ബസ്സിലാണെന്ന് ഞാൻ പറയാം. ദേ ആയിരുന്നു നമ്മുടെ സാരഥി, നമ്മുടെ KSRTC ബസ്. KSRTC ബസ്സിൻ്റെ ഉല്ലാസയാത്ര പോണ പോലെയാണ് ഇവർ KSRTC ബസ്സിൻ്റെ തീർത്ഥാടന യാത്ര പോണത്. അപ്പോൾ ഏകദേശം ആൾക്കാരൊക്കെ ആയിട്ടുണ്ട്. ഇനി ആൾക്കാർ കയറാനുണ്ടെന്ന് തോന്നണു. കിച്ചൂട്ടൻ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഉറക്കത്തിലേക്ക് കിടക്കുവാണ്. ഇതാണ് കേട്ടോ കണ്ടക്ടർ. അപ്പോൾ കണ്ടക്ടർ അവിടെ ഒന്ന് എല്ലാവരും പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താ പറയുന്നത് നമുക്ക് കേൾക്കാം. ഓരോരുത്തരുടെ കയ്യിലേക്ക് ഞാൻ മൈക്ക് തരാം. ഓരോരുത്തരും സ്വയം ഒന്ന് പരിചയപ്പെടുത്തണം. അതുപോലെ കേരളത്തിലെ പല യാത്രകൾ, ഒരുപാട് യാത്രകൾ ചെയ്തവരുണ്ട്. തുടക്കം മുതൽ ഞങ്ങളോടൊപ്പം ഒരുപാട് യാത്രകൾ ചെയ്ത് കൂടിയവരുണ്ട്. ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നവരും ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അറിയില്ല. അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്തെ BTCയോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ടോ, അതോ ആദ്യമായിട്ടാണോ യാത്ര ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന കൂടെ ഒന്ന് പറയണം. ഏതായാലും നമുക്ക് സാധാരണഗതിയിൽ മാസത്തിൽ ഒരു ട്രിപ്പൊക്കെയാണ് ഗുരുവായൂർ ഓരോ ഡിപ്പോയ്ക്ക് കിട്ടാറ്. നമുക്ക് ഏതെങ്കിലുമൊക്കെ ഡിപ്പോകളിൽ ക്യാൻസലായി പോകുന്ന സ്ലോട്ടുകൾ ഉള്ളപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ഗുരുവായൂർ ട്രിപ്പുകളൊക്കെ കിട്ടാറുള്ളത്, അല്ലാതെ എക്സ്ട്രാ കിട്ടുന്നത്. ഇതിപ്പോൾ 2 ബസ്സാണുള്ളത്. ആ 2 ഇന്നലെ കിട്ടിയതാണ്. പെട്ടെന്ന് തന്നെ ഇത്രയും പേര് 2 വണ്ടികളിലായിട്ട് 70 മേളിൽ ആളുകളുണ്ട്. ഇത്രയും പേരും നമ്മളോടൊപ്പം സഹകരിച്ചു പോകുന്നവരാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ മാസം കേരളത്തിലെ ഏറ്റവും കൂടുതൽ BTC ട്രിപ്പുകൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഡിപ്പോയാണ് പിറവം. അപ്പോൾ നമ്മുടെ പിറവം ഡിപ്പോയിൽ നിന്ന് വിടുന്ന KSRTC ബസ്സാണ് കേട്ടോ ഇത് ഉല്ലാസയാത്രയ്ക്കും തീർത്ഥാടന യാത്രയ്ക്കൊക്കെ ഇവർ പോകാറുണ്ട്. ഗുരുവായൂർ, കൊട്ടിയൂർ, പിന്നെ നമ്മുടെ കുംഭമേള നടന്ന തിരുനാവായ, മൂകാംബിക, അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ബസ് വിടുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇത് ചൊവ്വാഴ്ചയാണ് പോണത്. തിങ്കളാഴ്ച ഒരെണ്ണം വിട്ടായിരുന്നു. അപ്പോൾ അതിന് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അതിന് സീറ്റ് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. പിന്നെയാണ് ഇവർ അപ്പം തന്നെ വേറൊരു ബസ് പിറ്റേ ദിവസത്തേക്ക് അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്ത് പോയി. ഇവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ ക്യൂ ആണ് കേട്ടോ. നമുക്ക് ക്യൂ നിൽക്കാതെ പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങാം. അപ്പോൾ ആലുവ എത്തിയപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു കേട്ടോ. അപ്പോൾ ഷട്ടറെല്ലാം താത്തി. അപ്പോൾ ബസ്സിൽ എല്ലാവരോടും പാട്ടൊക്കെ പാടാൻ പറയുന്നുണ്ട്. അമ്മ പാട്ട് പാടുന്നുണ്ട്, നമുക്ക് കേൾക്കാം. മന്ദാരം തുളസി താമരമാലകൾ ചാർത്തി അനുഗ്രഹിച്ചിടും കൃഷ്ണ നാമിച്ചിടുന്നേ. ഇവിടെ നമ്മുടെ കിച്ചൂട്ടനൊക്കെ കഴിഞ്ഞ് എനിക്ക് ഇവിടെ നെല്ലുണ്ട തിന്നുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് അച്ഛൻ്റെ പാട്ടാണ് കേട്ടോ, അത് കേൾക്കാം. നമുക്ക് ഭക്തിഗാനോ സിനിമാ പാട്ടോ എന്ത് വേണമെങ്കിലും പാടാട്ടോ. അപ്പോൾ ഇവർ 2 പേരും ഭക്തിഗാനാണ് പാടിയത്. അമ്മതേ കീർത്തന ബുക്കൊക്കെ കൊണ്ടുവന്നാണ് പാടിയത്. അപ്പോൾ ഇവർ 2 പേരും പാടുമ്പോൾ ഞാനായിട്ട് എങ്ങനെയാണ് കുറയ്ക്കാം, ഞാനും പാടിയിട്ടോ. കണ്ടു
അപ്പോൾ ദേ ഞാനും പാടി നമ്മുടെ കണ്ണൻ്റെ പാട്ട്. നമ്മുടെ കണ്ണനെ കാണാൻ പോവുകയാണല്ലോ, അപ്പോൾ കണ്ണൻ്റെ പാട്ടാവട്ടെ എന്ന് വിചാരിച്ചു. സീറ്റിലിരുന്ന് പാടുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ പാടിയത്. മുമ്പിലെങ്ങാനും പോയി നിന്ന് പാടാൻ പറഞ്ഞാൽ ഞാൻ പാടില്ലായിരുന്നു. ഇതിപ്പോൾ ആരും കാണില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പാടിയത്. അപ്പോൾ പുറകിൽ ഇരുന്ന ചേട്ടൻ എനിക്ക് താളമൊക്കെ പിടിച്ച് തരുന്നുണ്ടായിരുന്നു, കൈയൊക്കെ കൊട്ടി. അപ്പോൾ എനിക്ക് ആവേശം കൂടിയിട്ടോ. പിന്നെ ഞങ്ങൾ 3-4 പാട്ട് പാടി. അങ്ങനെ ഇതേ ഞങ്ങളൊരു 4 മണിയായപ്പോഴത്തേക്കും ഗുരുവായൂരമ്പലത്തിലെത്തി. ഞങ്ങൾ പടിഞ്ഞാറേ നടയിൽ കൂടെയാണ് കേട്ടോ കയറുന്നത്. പടിഞ്ഞാറേ നടയുടെ ഭാഗത്തായിട്ടാണല്ലോ KSRTC സ്റ്റാൻഡ്. അപ്പോൾ അത് കൂടെ കയറാനാണ് എളുപ്പം. അപ്പോൾ അത് അവിടെ നിന്ന് പോലീസുകാരൻ എന്നോട് പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും വീഡിയോ എടുക്കരുതെന്ന്. അപ്പോൾ ഞങ്ങളൊരു 4 മണി 4:15 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തിയിട്ടോ. അപ്പോൾ ഇനി കണ്ടക്ടർ പോയിട്ട് കൺസെൻറ്റ് മേടിക്കണം മാനേജറോട്, എന്നിട്ടാണ് നമ്മളെ കയറ്റി വിടുള്ളൂ. നമുക്ക് ഉള്ളത് സ്പെഷ്യൽ ക്യൂ ആണ് കേട്ടോ. അധികം തിരക്കൊന്നും ഇല്ലാതെ ഒന്നും തള്ളുമില്ലാതെ നമുക്ക് തൊഴുതിറങ്ങാം. അങ്ങനത്തെ ഞങ്ങൾ തൊഴുതെല്ലാം ഇറങ്ങി ഫോട്ടോ എടുത്തു. ഞങ്ങൾ ഇന്ന് തൊഴുതിറങ്ങിയപ്പോഴത്തേക്ക് 5:45 ഇല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവർ പോയപ്പോൾ 4:30 ആയിട്ട് കയറിയിട്ട് 5 മണിയായപ്പോഴത്തേക്കും തൊഴുതിറങ്ങിയായിരുന്നു. ഇന്ന് കുറച്ച് തിരക്കുണ്ടായതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി വൈകി. അപ്പോൾ എല്ലാവരും തൊഴുത് ബസ്സിൽ വന്നിരുന്നു. ഇനി നമ്മൾ കൊടുങ്ങല്ലൂർക്കാണ് പോകേണ്ടത്. അപ്പോൾ അതെ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ബസ്സിലൊരു 36 പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ അടുത്ത ഞങ്ങൾ കൊടുങ്ങല്ലൂർക്കാണ് പോയത്. കൊടുങ്ങല്ലൂർ എത്തിയപ്പോൾ നട അടയ്ക്കുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. ഇവിടെ 8 മണിയാകുമ്പോഴത്തേക്കും നട അടയ്ക്കും. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും 8:10 അപ്പോൾ നോക്കാം നമുക്ക് നട അടയ്ക്കുമോ എന്ന്. എന്നാലും തിരക്കുണ്ടായിരുന്നു കേട്ടോ, അവിടെ മണിയടിയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതേ നട അടച്ചിട്ടുണ്ടായില്ല കേട്ടോ, പക്ഷേ നമ്മളെ കയറ്റി വിട്ടില്ല. അതിനകത്തുള്ള ആൾക്കാർ തുറന്ന് ഇറങ്ങണ വരെ അവർ നോക്കി നിന്നോളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നട അടച്ചു. പക്ഷേ നമുക്ക് ഭംഗിയായിട്ട് തൊഴാൻ പറ്റിയിട്ടോ. അതിനകത്ത് ആകെ കുറച്ച് പേരുണ്ടാകുന്നുള്ളൂ. അവർ തൊഴുതിറങ്ങിയപ്പോഴത്തേക്കും നന്നായിട്ട് കാണാൻ പറ്റി. ഉള്ളിൽ കയറി കാണുന്നേക്കാൾ കൂടുതൽ നമുക്ക് പുറത്തുനിന്ന് തൊഴാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ അടുത്തുള്ള ഹോട്ടലിൽ കയറി നെയ്യ് റോസ്റ്റ് കഴിച്ചു. അച്ഛൻ ചപ്പാത്തിയാണ് കഴിച്ചത്, ഞങ്ങളെല്ലാം നെയ്യ് റോസ്റ്റാണ് കഴിച്ചത്. നെയ്യ് റോസ്റ്റ് കണ്ടപ്പോൾ തന്നെ വയറ് നിറഞ്ഞു കേട്ടോ. പിന്നെ അതേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും തീർത്ഥാടനയാത്ര ഉല്ലാസയാത്രയായി. ഈ അമ്മൂമ്മയൊക്കെ കളിക്കണുണ്ടാ, നമ്മളൊക്കെ വെറും വട്ടപൂജ്യം. എന്ത് സ്മാർട്ടായിട്ട് കളിക്കണമെന്ന് നോക്കിക്കേ. ചെറുപ്പക്കാരേക്കാൾ എനർജിയാണ് പ്രായമായവർക്ക്. കൂടുതലും പ്രായമായവരായിരുന്നു കേട്ടോ. എൻ്റെ പ്രായത്തിലുള്ളവരൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കൊക്കെ കളിക്കാൻ വലിയ മടിയായിരുന്നു. എന്നാലും ഞാൻ 2-3 സ്റ്റെപ്പൊക്കെ വെച്ചത്. ഈ കണ്ടക്ടറൊക്കെ നല്ല ഡാൻസ് കളിയാണ് കേട്ടോ. നല്ലൊരു യാത്രയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് പോയപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, അവൻ അടങ്ങിയിരിക്കും, അവൻ ഇഷ്ടപ്പെടുമെന്നൊക്കെ. പക്ഷേ അവനൊരു കുഴപ്പമുണ്ടായില്ല. അങ്ങനത്തെ നമ്മൾ 11 മണിയായപ്പോഴത്തേക്കും ബസ് സ്റ്റോപ്പിലെത്തി. നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അനിയൻ വിളിക്കാൻ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.